മറ്റു വാർത്തകളിലേക്ക്. പ്രതിപക്ഷ ബഹളത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭ ചേർന്നത് 1 മിനിറ്റിൽ താഴെ മാത്രമാണ്. രാജ്യസഭ 2 മണിവരെയും പിരിഞ്ഞു. അതേസമയം രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ നിന്നും അയോഗ്യനാക്കിയതിൽ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. ജയഭാരത് സത്യാഗ്രഹത്തിന് തുടക്കമായി. വിവരങ്ങളുമായി ഫിറോസ് അലി മുഹമ്മദ് ചേരുന്നുണ്ട്. ഫിറോസ്, സഭ തുടങ്ങി കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്നും. ലോക്സഭ തുടങ്ങി 1 മിനിറ്റിൽ താഴെ സമ്മേളിക്കുന്ന ഒരു സാഹചര്യം. തുടർന്ന് സഭാ നടപടികൾ നിർത്തിവെച്ചിരുന്നു. ഇപ്പോൾ ലോക്സഭ പുനരാരംഭിച്ചിട്ടുണ്ടോ? എന്താണ് ലോക്സഭയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഗീസ്, ഇപ്പോൾ ഈ രണ്ട് സഭകളും നിർത്തിവെക്കേണ്ടി വരുന്നൊരു സാഹചര്യം, മിനിറ്റുകൾ പോലും ചേരാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ലോക്സഭ 12 മണി വരെയും അതുപോലെ രാജ്യസഭ 2 മണി വരെയുമാണ് നിർത്തിവെച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ലോക്സഭാ നടപടി ക്രമങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ വീണ്ടും പ്രതിഷേധം, വലിയ പ്രതിഷേധം അലയടിക്കുന്നൊരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഗീസ് സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ദിവസങ്ങളിലും ഇത് തന്നെയായിരുന്നു സാഹചര്യം. അത് ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ സഭയുടെ ഈ സെഷൻ, ബജറ്റ് സമ്മേളനത്തിൻ്റെ രണ്ടാം സെഷൻ തുടങ്ങിയ ദിവസം മുതൽ അദാനി വിഷയവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം ലോക്സഭയിലും രാജ്യസഭയിലും ഒരുപോലെ അലയടിക്കുന്ന സാഹചര്യമുണ്ടായി. തുടർച്ചയായി സഭാ നടപടികൾ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യവുമുണ്ടായി. രണ്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, ഭരണപക്ഷം തന്നെ പല ദിവസങ്ങളിലും സഭ സ്തംഭിപ്പിക്കുന്ന ഒരു സാഹചര്യവുമുണ്ടായി. രണ്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഉയർന്നു വന്നത്. ഭരണപക്ഷം പറഞ്ഞു പുറത്തുപോയി, അതായത് ലണ്ടനിൽ പോയിട്ട് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം, അതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി മാപ്പ് പറയണം. അതേസമയം അദാനി വിഷയത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ പ്രതിഷേധവും ആദ്യ ദിവസം മുതൽ ഇങ്ങനെ തുടരുകയായിരുന്നു. പല ദിവസങ്ങളിലും ഭരണപക്ഷം തന്നെ സഭാ നടപടികൾ സ്തംഭിപ്പിക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ആണ് പിന്നീട് രാഹുൽ ഗാന്ധിയുടെ അയോഗ്യതാ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതോടുകൂടി അടുത്ത ദിവസങ്ങളിൽ പിന്നീട് രാഹുൽ ഗാന്ധി വിഷയം സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി മാറി. ഇപ്പോൾ അതാണ് സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വിഷയത്തിൽ ലോക്സഭയിൽ രാഹുൽ വിഷയത്തിലുള്ള അടിയന്തര പ്രമേയമാണ്, അയോഗ്യനാക്കിയതിലുള്ള അടിയന്തര പ്രമേയമാണ് പ്രതിപക്ഷം കൊണ്ടുവന്നത്. പക്ഷേ ആ അടിയന്തര പ്രമേയം അനുവദിക്കാൻ സ്പീക്കർ തയ്യാറാകുന്നില്ല. ആ സാഹചര്യത്തിലാണ് വലിയ പ്രതിഷേധം. പ്രത്യേകിച്ചും ഈ പ്രതിപക്ഷ കക്ഷികളുടെ ഒരു കൂട്ടായ്മ കൂടിയുണ്ടല്ലോ ഇപ്പോൾ, ആ ഒരു ഏകോപനം കൂടിയാകുമ്പോൾ വലിയ പ്രതിപക്ഷ പ്രതിഷേധത്തിലേക്ക് ലോക്സഭ പോകുന്നു. രാജ്യസഭയിലും സമാനമായ സാഹചര്യം തന്നെയാണ്. രാജ്യസഭയിൽ ഇന്നലെ വന്ന അടിയന്തര പ്രമേയം അദാനി വിഷയത്തിലെ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണമാണ്. ഇന്നും ആ നിലയ്ക്ക് തന്നെയുള്ള ആവശ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യങ്ങൾ, കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടുള്ള വരവ്, ആ നിലയ്ക്കൊക്കെ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പ്രക്ഷുബ്ധമാണ്. അതേസമയം തന്നെ നമുക്ക് ഇതിനോട് കൂട്ടി വായിക്കേണ്ടി വരുന്ന വാർത്ത രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതുമായി ബന്ധപ്പെട്ട സമരങ്ങളാണ്. ആ സമരങ്ങളുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ആ സമരവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ 1 മാസത്തിലധികം നീളുന്ന സമര പരമ്പരയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം ആണ് ഇന്ന് പറയാൻ കാരണം, ഇന്നാണ് ജയ് ഭാരത് സത്യാഗ്രഹം എന്ന് പറയുന്ന അവരുടെ ക്യാമ്പയിൻ, സമര പരിപാടി തുടങ്ങുന്നത്. അത് മണ്ഡലം, ബ്ലോക്ക്, ജില്ലാ, സംസ്ഥാന അടിസ്ഥാനത്തിൽ വിവിധ കേന്ദ്രങ്ങളിലായി ആ സത്യാഗ്രഹ സമരം തുടരുന്നു. ഏപ്രിൽ 8 വരെ അത്തരത്തിൽ സത്യാഗ്രഹ സമരങ്ങൾ സംഘടിപ്പിക്കുന്നു. അതിന് ശേഷമുള്ളൊരു ക്യാമ്പയിൻ, വലിയ ക്യാമ്പയിനിലേക്ക് പോകുന്നു. രാജ്യവ്യാപകമായൊരു ക്യാമ്പയിനിലേക്ക് കോൺഗ്രസ് പോകാൻ തീരുമാനിക്കുന്നു. ആ ക്യാമ്പയിൻ ഏപ്രിൽ 30 വരെ നീട്ടാനുള്ള തീരുമാനം. അതിനിടെ രാഹുൽ ഗാന്ധി കർണാടകയിലെ കോലാറിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത വരുന്നു. അതായത് 2019 ഏപ്രിൽ 13 അവിടെ രാഹുൽ ഗാന്ധി ഈ വിവാദ പ്രസംഗം നടത്തിയത്. ആ പ്രസംഗത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ലോക്സഭാംഗത്വം പോലും നഷ്ടമായിരിക്കുന്നത്. അപ്പോൾ 4 വർഷങ്ങൾക്കിപ്പുറത്ത് വീണ്ടും ഈ ഏപ്രിൽ 5-ാം തീയതിയാണെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഏപ്രിൽ 5-ാം തീയതി രാഹുൽ ഗാന്ധി കോലാറിലേക്ക് പോകുന്നു. അവിടെ വലിയൊരു സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും എന്നും അറിയുന്നു. ഈ നിലയ്ക്കൊക്കെ പാർലമെൻറ്റിനകത്തും പുറത്തും ഈ വിഷയം, അതായത് രാഹുൽ ഗാന്ധി വിഷയം രാഷ്ട്രീയമായി നേരിടാനുള്ള കോൺഗ്രസിൻ്റെയും ഇതര കക്ഷികളുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും പ്രക്ഷോഭവും സമരവും തുടരുകയാണ് ഈ നിലയിൽ. ഗിസ്.